ഈ കാണുന്നത് ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ച് ആണ്. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. എന്നിട്ട് അതിനകത്ത് പറഞ്ഞിരുന്നു നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡിജിറ്റൽ ടൈമർ സ്വിച്ച് ആണ്. അതായത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. എന്ത് ഡിവൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതൊരു ജനറൽ പർപ്പസിന് വേണ്ടി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ച് ആണ്. നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിഷ് കീപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് അക്വേറിയത്തിലുള്ള എന്ത് ഡിവൈസും, അത് എയറേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഫിൽട്രേഷൻ, ഹീറ്റർ, ലൈറ്റ്, എന്ത് സംഭവം വേണമെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ഓഫ് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ ജനറൽ പർപ്പസിനും ഇത് യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ഷോപ്പുകളുടെയൊക്കെ ഫ്രണ്ടിലുള്ള സൈനേജ് ലൈറ്റുകൾ, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്, വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെയുള്ള ലൈറ്റുകൾ, എന്ത് ഒക്കെ എക്യുപ്മെൻറ്റ്സ് വേണമെങ്കിലും, ചിലർക്ക് ഇത് വാട്ടർ ഹീറ്ററിനും അതുപോലെ വേറെ പല സംഭവം AC അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇത് 30 ആംപിയറിൻ്റെ ഒരു ഡിജിറ്റൽ ടൈമർ സ്വിച്ച് ആണ്. 30 ആംപിയർ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡിവൈസുകളിലൊക്കെ നമുക്കിത് കണക്ട് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതിനുശേഷം ഇത് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ലൈവായിട്ട് ഡെമോൺസ്ട്രേഷനും കാണിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു സ്വിച്ച്. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു ഷീൽഡ് വരുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി വരുന്നതാണ്. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വിച്ചോ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കുക പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇതാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററി. അതായത് ഈ കാണുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ടല്ലോ, അത് നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാറ്ററി നമ്മൾ പുറകിലത്ത് ഈ കാണുന്ന ഒരു ട്രേക്കകത്താണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കറണ്ട് പോകുന്ന സമയത്ത് ഈ പ്രോഗ്രാമിങ്, നമ്മൾ ഓൺ ഓഫ് പ്രോഗ്രാമിങ് ചെയ്തത് സേവ് ആയിട്ട് തന്നെ നിൽക്കും. കറണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡയറക്റ്റ് സപ്ലൈ നിന്ന് വർക്ക് ചെയ്തോളും. കറണ്ട് പോകുന്ന സമയത്ത് ഈ ബാറ്ററി ബാക്കപ്പിലായിരിക്കും ആ ഒരു ഡിസ്പ്ലേ, അതായത് ആ ഒരു പ്രോഗ്രാമിംഗ് നിലനിൽക്കുന്നത്. അത് കഴിയുന്ന സമയത്ത് നമ്മൾ മാറ്റിയാൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ പിന്നുകൾ വരുന്നത്. ഇന്നും ഔട്ടും ആണ് വരുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ കറണ്ടിൽ നിന്നുള്ള ഡയറക്റ്റ് ന്യൂട്രലും ഫേസും ആദ്യം കാണുന്ന 2 ടെർമിനലിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മുടെ ലോഡിലേക്ക്, ഏത് ഡിവൈസിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്, അതാണ് രണ്ടാമത്തെ സൈഡിൽ ന്യൂട്രൽ ലോഡ് എന്ന് എഴുതിയിരിക്കുന്നത്, അതിലേക്ക് കൊടുക്കുക. ഇത് നമ്മൾ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്കുകൾ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. കാരണം ചിലപ്പോൾ ചെറിയൊരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്കുകളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ട്രേ തുറന്നിട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററി ഇടേണ്ടത്. അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, ഈ ബാറ്ററി നമ്മൾ ഊരി എടുക്കുന്ന സമയത്ത് ഈ പ്രോഗ്രാമിംഗ് നഷ്ടപ്പെടും എന്നുള്ളത്. ഒരിക്കലും ഇല്ല. ഇതിനകത്ത് സർക്യൂട്ടിനകത്ത് നിൽക്കുന്ന ചെറിയൊരു ചാർജ് ഏകദേശം ഒരു ഫ്യൂ സെക്കൻഡ്സ് ലാസ്റ്റ് ചെയ്യും. അതായത് ഒരു 5 സെക്കൻഡൊക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു സർക്യൂട്ടിലുള്ള ചാർജ് പോകുന്നതിന് മുമ്പ് ഈ ബാറ്ററി നമ്മൾ പെട്ടെന്ന് മാറ്റിയാൽ മതി. അതായത് പഴയ ബാറ്ററി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുക്കുന്നു, പുതിയ ബാറ്ററി ഇടുന്നു. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ ഇതുപോലെ തന്നെ നിൽക്കും. നമ്മൾ ബാറ്ററി ഊരി ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്താലാണ് ഈ ഒരു ഡിസ്പ്ലേ മൊത്തത്തിൽ ബ്ലാങ്ക് ആവുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്പ്ലേ ബ്ലാങ്ക് ആവാൻ എടുക്കുന്ന ആ ഒരു 5 സെക്കൻഡിനുള്ളിൽ നമ്മൾ പുതിയ ബാറ്ററി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടൈമർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ഡിവൈസും ഓൺ ഓഫ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഇതിനകത്ത് 16 ഓൺ ഓഫ് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് ഓൺ ഓഫ് സെറ്റ് ചെയ്യാം. പിന്നെ ഡേ കൊടുക്കുന്നുണ്ട്. അതായത് ഫുൾ വീക്ക് സെറ്റ് ചെയ്യാം. ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഡേയ്സ്, അത് ഓരോ ദിവസം ഇടവിട്ട് നമുക്ക് ദിവസങ്ങളിൽ സെറ്റ് ചെയ്യാം. അങ്ങനെ ഡേക്കും പല ഓപ്ഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിനും, ഓൺ ഓഫ് ടൈമിങ്ങിനും 16 ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അക്വേറിയത്തിനൊക്കെ ഒരു 4-5 ടൈമൊക്കെ ഒരു ദിവസത്തിൽ ഓൺ ഓഫ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും സെറ്റ് ചെയ്യാം. ആദ്യം കാണുന്ന ക്ലോക്ക് ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ ടൈം സെറ്റ് ചെയ്യേണ്ടത്. അതായത് സാധാരണ നമ്മുടെ വാച്ചിലൊക്കെ കാണുന്ന ഇന്നത്തെ കറണ്ട് ടൈമാണ് ക്ലോക്കിൽ സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം കാണുന്നതാണ് ടൈമർ. ടൈമറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ആണ് വരിക. അതിനകത്ത് കണ്ടില്ലേ, ആദ്യം മുകളിൽ നിങ്ങൾക്ക് ഡേ കാണാം, പിന്നെ ടൈം കാണാം. കണ്ടില്ല, ഈ ടൈമിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓഫ് എന്ന് പറയുന്നൊരു സംഭവം. ഫസ്റ്റ് ഓൺ ഓഫ്, അത് ഓരോ പ്രോഗ്രാമിംഗ് ആണ്. ഇപ്പോൾ 2 ഓൺ ഓഫ് വന്നു, രണ്ടാമത്തെ പ്രോഗ്രാമാണ്. പിന്നെ മൂന്നാമത്തെ പ്രോഗ്രാം, പിന്നെ ഓൺ ഓഫ്, പിന്നെ 4 ഓൺ ഓഫ്. ഇതാണ് ഞാൻ പറഞ്ഞത്. 16 പ്രോഗ്രാംസ് ഇതിനകത്ത് ഇങ്ങനെ കൊടുക്കാം. നമുക്ക് ഓൺ ഓഫ് സെറ്റിങ്ങുകൾ കൊടുക്കാം. കണ്ടില്ലേ, 6, 7, 8 എന്ന് പറഞ്ഞ് ഓരോ പ്രോഗ്രാമുകൾ, അതായത് ഓരോ ഓൺ ഓഫാണ് ഈ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് 16 ഓൺ ഓഫ് പ്രോഗ്രാംസ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു ദിവസത്തിൽ എത്ര തവണ ഈ 16 പ്രോഗ്രാമൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരില്ല. അത് യൂസ് ചെയ്യേണ്ടി വരുന്നത് കൂടുതലും ഈ അക്വാപോണിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ്. സാധാരണ ഫിഷ് ടാങ്കുകളിലൊക്കെ നമുക്ക് മാക്സിമം പോയൊരു 4 തവണയൊക്കെ ആയിരിക്കും അക്വേറിയങ്ങളിലൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഔട്ട്ഡോർ ടാങ്കുകളിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ മാക്സിമം ഒരു 3-4 തവണയൊക്കെ ആയിരിക്കും മാക്സിമം വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈമർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടത്, ടൈമും കാര്യങ്ങളും ഓൺ ഓഫ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ മുകളിൽ നിങ്ങൾക്ക് ദിവസങ്ങൾ കാണാം. അത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അത് ഡേ ഉപയോഗിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. കണ്ടില്ല, ആ ഡേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ കണ്ടില്ല ഓരോ ദിവസം, ഇപ്പോൾ സാറ്റർഡേ, സൺഡേ ഓരോ പ്രാവശ്യം അമർത്തുമ്പോൾ ഓരോ പ്രോഗ്രാം വരും. കണ്ടില്ല, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ അങ്ങനെ വരും. എല്ലാ ദിവസം വേണമെങ്കിൽ എല്ലാ ദിവസവും കൊടുക്കുക. ഇതേപോലെ കണ്ടില്ല, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. അപ്പോൾ അത് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ വന്നിട്ടുണ്ട്. ഇപ്പോൾ മൺഡേ മാത്രം വന്നിട്ടുണ്ട്. പിന്നെ ട്യൂസ്ഡേ മാത്രം വന്നു, വെനസ്ഡേ മാത്രം. മനസ്സിലായില്ല? അങ്ങനെ ഓരോ ആഴ്ചയിൽ ആ ദിവസം മാത്രം ഇത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ എല്ലാ ദിവസവും വേണ്ടി ഇപ്പോൾ കണ്ടില്ല, ഇങ്ങനെ എല്ലാം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇത് റിപ്പീറ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഏത് സമയത്താണ് സെറ്റ് ചെയ്തത് അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും.
നമ്മൾ ഒറ്റ പ്രോഗ്രാം ഈ ആദ്യത്തെ ഫസ്റ്റ് പ്രോഗ്രാമിൽ ഒരു ഓണോ ഓഫും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഓണായിട്ട് ഓഫ് സെറ്റ് ചെയ്ത് ആ സമയത്ത് അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫ് ആവും. പിന്നെ അപ്പുറത്തെയാണ് അവറും മിനിറ്റും. ഇതാണ് അവർ, അപ്പുറത്തെയാണ് മിനിറ്റ്. അത് അവർ ടൈം അവറും മിനിറ്റും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, മിനിറ്റ് അമർത്തുമ്പോൾ അപ്പുറത്തെ രണ്ടാമത്തെ 15ൻ്റെ അപ്പുറത്ത് കാണുന്ന ആ രണ്ട് ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. എപ്പോഴാണ് ഇതിപ്പോൾ ഓൺ ടൈം ആട്ടോ നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓണാണ്. അപ്പോൾ 15:07 ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ടൈമറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് വരും. അപ്പോൾ നമ്മൾ ഓഫ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഓണും ഓഫും സെറ്റായി. വളരെ സിമ്പിളാണ് പരിപാടി. പിന്നെ ഈ കാണുന്ന 6 കണ്ടില്ലേ, 6 എന്ന് പറയുന്നത് അത് നമ്മൾ തുടക്കത്തിൽ വാങ്ങുന്ന സമയത്ത് ഇത് ഡിസ്പ്ലേ ഓൺ ആക്കാനായിട്ട് ആ 6ൻ്റെ അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പിന്നുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. റീസെറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടണാണ്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഓൺ എന്ന് പറയുന്ന ഒരു സംഭവം, അവിടെ ഒരു റെഡ് ലൈറ്റാണ്. നമ്മൾ ഓൺ ആവുന്ന സമയത്ത് ആ റെഡ് ലൈറ്റ് ഓൺ ആവും. അതായത് നമ്മളിപ്പോൾ സ്ക്രീൻ ഇവിടെ സെൻറ്ററിൽ കാണുന്ന ഓൺ എന്ന് പറയുന്ന സംഭവം അവിടെ ലൈറ്റാണ്. പിന്നെ സെൻറ്ററിൽ കാണുന്നത് മാനുവൽ എന്ന് പറഞ്ഞൊരു ബട്ടണാണ്. ഈ ബട്ടൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഓൺ ഓഫ് ഓട്ടോ എന്ന് കാണാം അവിടെ. അതായത് ആ ഒരു മാനുവൽ ബട്ടൻ്റെ തൊട്ട് മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഓൺ ഓട്ടോ ഓഫ്, ഓട്ടോയിലാണ് നമ്മൾ ഇടേണ്ടത് എല്ലാ ദിവസവും റെപ്പറ്റേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതിന്. മാനുവലായിട്ട് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ ഓഫിലേക്ക്. അതിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ക്രീനിൻ്റെ ഉള്ളിലേക്ക് നോക്കുക. സ്ക്രീനിൻ്റെ ഉള്ളിൽ 11ൻ്റെ താഴെയായിട്ട് ഒരു ലൈൻ കാണാം. കണ്ടില്ലേ, ആ ലൈനാണ് മാറുന്നത്. ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ആ ലൈൻ ഓഫ് ഓട്ടോ ഓണിൻ്റെ മുകളിലേക്ക് വരും. മനസ്സിലായി? നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോൾ അത് ഓരോന്നിൻ്റെ മുകളിലേക്ക് വരും. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് മാറുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ അതിൽ നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഓട്ടോൻ്റെ മുകളിലേക്ക് വന്നു, ഇപ്പോൾ ഓണിൻ്റെ മുകളിലേക്ക് വന്നു. ഓരോ പ്രാവശ്യം നമ്മൾ ആ ഒരു ബട്ടൺ അമർത്തുമ്പോൾ അത് ഓരോരോ ഇതിൻ്റെ ഓപ്ഷൻ്റെ മുകളിലേക്ക് വരും. അതിൽ ഓഫാണ് കിടന്നതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓഫ് ആവും. നമ്മൾ ഓണിൽ ഇട്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഓൺ ആവും. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ ഓട്ടോയിലാണ് നമ്മൾ ഇടേണ്ടത്. പിന്നെ ഈ കാണുന്നതാണ് ഇതിലിടേണ്ട ബാറ്ററി. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇത് നമ്മുടെ കാറിൻ്റെ റിമോട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. ഇത് പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡൽ. ഇത് CR2032 എന്ന് പറയുന്ന ഒരു മോഡലാണ്. കണ്ടില്ലേ, CR2032 എന്ന് പറയുന്നത് ബട്ടൺ ബാറ്ററിയാണ്. പാനാസോണിക്കിൻ്റെയാണ്. എപ്പോഴും പാനാസോണിക്കിൻ്റെ മേടിക്കുന്നതാണ് നല്ലത്. അതായത് നല്ല ക്വാളിറ്റി ബാറ്ററി ആയിട്ട് പലരും റെക്കമെൻഡ് ചെയ്യുന്നത് പാനാസോണിക്കിൻ്റെയാണ്. കോഡ് എന്ന് പറയുന്നതാണ് CR2032. ഇത് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാറ്ററിയാണ്. കാറിൻ്റെ റിമോട്ടിലും വെയിങ് മെഷീനിലും തെർമോമീറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന മോഡലാണ്. നമ്മുടെ കയ്യിൽ ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആമസോണിൽ നിന്ന് ഇത് ഓർഡർ ചെയ്യേണ്ടി വന്നില്ല. ഇത് 5 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഇതിനകത്ത് 4 എണ്ണേ ഉള്ളൂ ബാറ്ററി. ഒരെണ്ണം നമ്മൾ കാറിൻ്റെ റിമോട്ടിലേക്ക് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടാണ് 5 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ് വരുന്നത്. അതും ആമസോണിൽ നിന്ന് കിട്ടി. ഇതിൻ്റെ എല്ലാ ലിങ്കുകളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടില്ല, ഈ കാണുന്ന ട്രേയിലാണ് ഇപ്പോൾ ഞാൻ പുറകിൽ കാണിച്ച ആ ഒരു ട്രേ കണ്ടില്ല, ആ ട്രേക്കകത്താണ് ഈ ഒരു ബാറ്ററി ഇടേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററി എടുത്ത് പെട്ടെന്ന് തന്നെ പുതിയ ബാറ്ററി ഇടുക, പഴയ ബാറ്ററി മാറ്റിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. 5 സെക്കൻഡിനുള്ളിലൊക്കെ ഇടുക. അപ്പോൾ പിന്നെ ഡിസ്പ്ലേ പോവില്ല. ഡിസ്പ്ലേ അതായത് പ്രോഗ്രാം നമ്മൾ എൻ്റർ ചെയ്ത് പോവില്ല. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്താൽ ആ ഡിസ്പ്ലേ പോകും. സർക്യൂട്ടിലുള്ള ചാർജ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ ഈ പ്രോഗ്രാം റീ എൻ്റർ ചെയ്യേണ്ടി വരും. കാരണം ഡിസ്പ്ലേ കംപ്ലീറ്റ് ആയിട്ട് പോകും. സർക്യൂട്ടിലെ ചാർജ് പോയി കഴിഞ്ഞാൽ പിന്നെ പുതിയ ബാറ്ററി ഇടുമ്പോൾ വീണ്ടും നമ്മൾ പ്രോഗ്രാം എൻ്റർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബാറ്ററി മാറ്റാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയ്ക്ക് കാര്യങ്ങളേ ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പ്രോഗ്രാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, ബാറ്ററിയുടെ കാര്യങ്ങൾ പറഞ്ഞു, എങ്ങനെയാണ് ഇടേണ്ടത്, ബാറ്ററി കമ്പനി കാണിച്ചു തന്നു ഏതൊക്കെയാണെന്നുള്ളത്. നമ്മൾ പിന്നെ ഇതാണ് നമ്മൾ ഇന്നത്തെ ഡെമോയിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ട്, ബൾബ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാണിക്കാത്തൊരു സംഭവമാണ് ഈ തിമ്പിൾ കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കാണിക്കാം. അതായത് അത് നമ്മൾ പിന്നീടാണ് ഓർഡർ ചെയ്തത്. ആ ഒരു സംഭവം കണ്ടില്ലേ, ഇതാണ് തിമ്പിൾ. തിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യേണ്ട ടെർമിനൽ ഞാൻ കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു ടെർമിനൽ കണ്ടില്ലേ, ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു തിമ്പിൾ വളരെ അത്യാവശ്യമാണ്. ഇത് ഞാൻ പിന്നീട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലൊന്നും കറങ്ങി നടന്നു, പക്ഷേ ഇവിടുന്ന് നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യായിരുന്നു. ഷോപ്പുകളിൽ നിന്നാണെങ്കിൽ നമുക്ക് ലൂസായിട്ട് കിട്ടും. ആമസോണിൽ നിന്ന് നമുക്ക് ബൾക്കായിട്ട് ഇതുപോലെ പാക്കറ്റിൽ വാങ്ങേണ്ടി വരും. നമുക്കൊരു 4 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ വാങ്ങിയത് 100 എണ്ണത്തിൻ്റെ പീസാണ്, പാക്കറ്റാണ്. ഒരു പാക്കറ്റിൽ 100 തിമ്പിളും വരുന്നുണ്ട്, അതിൻ്റെ സ്ലീവും വരുന്നുണ്ട്. ആ മെറ്റലൊക്കെ ആയിട്ട് കാണുന്നതാണ് തിമ്പിൾ എന്ന് പറയുന്നത്. അതിലേക്കാണ് നമ്മൾ വയർ കണക്ട് ചെയ്യേണ്ടത്. ഇൻസുലേഷനൊന്നും ടൈപ്പൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു സ്ലീവ് ബ്ലൂ കളറിലുള്ള സ്ലീവ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇത് നമ്മൾ ഈ തിമ്പിളിൻ്റെ മുകളിൽ സ്ലീവായിട്ട് ഇടണം. ഷോർട്ടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഷോർട്ട് സർക്യൂട്ടൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ പിന്നുകൾ, സ്വിച്ചിൻ്റെ പിന്നുകളൊക്കെ അടുപ്പിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു മെറ്റലിൻ്റെ തിമ്പിൾ നമുക്ക് വേണ്ടി വരും. കണക്ടർ എന്നൊക്കെ പറയാം. ഇതിനെ നമ്മൾ ആമസോണിൽ നോക്കിയപ്പോൾ ഇതിനെ വയർ തിമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ 100 സ്ലീവും 100 തിമ്പിളും നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക്കൽ ഷോപ്പിലൊക്കെ തപ്പി നടന്നിട്ട് നമുക്ക് കിട്ടിയില്ല. മാത്രമല്ല ഭാവിയിൽ നമ്മൾ ഇതുപോലുള്ള സ്വിച്ചുകൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ കയ്യിൽ സാധനമുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് യൂസ്ഫുൾ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം സ്വിച്ചുകൾ നമ്മൾ ഭാവിയിൽ വാങ്ങും.
ഇങ്ങനെയാണ് ഈ ഒരു തിമ്പിള് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. കണ്ടില്ലേ, ആദ്യം ഈ ഒരു വയർ നേരെ ആ ഒരു മെറ്റൽ സംഭവത്തിനകത്തേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്കൂടെ സ്ലീവ്, അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവാണ് ഇടേണ്ടത്. ഈ ഒരു വയറിലേക്ക് നമ്മൾ ആദ്യം സ്ലീവ് കടത്തണം. അതിന് ശേഷം നമ്മൾ മെറ്റലിൻ്റെ ആ ഒരു തിമ്പിൾ കണക്ട് ചെയ്യാണ് വേണ്ടത്. അതിന് ശേഷം ഈ സ്ലീവ് മുകളിലേക്ക് കയറ്റി ഇട്ടാൽ മതി. ഞാൻ ആദ്യം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് ഇടാൻ മറന്നുപോയി. ആദ്യം നമ്മൾ വയറിൻ്റെ ഉള്ളിലേക്ക് സ്ലീവാണ് കയറ്റേണ്ടത്. അതിന് ശേഷമാണ് ഈ ഒരു മെറ്റലിൻ്റെ തിമ്പിൾ കണക്ട് ചെയ്യേണ്ടത്. കണക്ട് ചെയ്തതിന് ശേഷം ഈ സ്ലീവ് നമ്മൾ മുകളിലേക്ക് കയറ്റി ഇടുകയാണ് വേണ്ടത്. ഈ ഒരു മെറ്റൽ തിമ്പിളിൻ്റെ മുകളിലേക്ക് കയറ്റി ഇട്ടാൽ മതി. എന്നിട്ട് അത് കണ്ടില്ലേ, ഈ ഒരു ടെർമിനൽ വളരെ ക്ലോസ് ആണ്, അതുകൊണ്ട് തിമ്പിൾ തന്നെ വേണം. അല്ലാതെ നമ്മൾ വയർ കൊണ്ട് ചുറ്റി കണക്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിനുശേഷം ഇൻസുലേഷൻ ടേപ്പൊക്കെ ഒട്ടിക്കാന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മൾ തിമ്പിൾ കണക്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം സ്ലീവ് അങ്ങ് കയറ്റി ഇടുകയാണ് വേണ്ടത്. കണ്ടില്ലേ, ഇത് ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ലീവ് മസ്റ്റായിട്ട്, ഈ ബ്ലൂ കളറിലുള്ള സ്ലീവ് കണ്ടില്ലേ, അത് മസ്റ്റായിട്ടും വേണമെന്ന് പറയുന്നത്. എങ്ങാനും കൂട്ടി മുട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ടിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഒരു മെറ്റൽ തിമ്പിളും അതുപോലെ തന്നെ സ്ലീവും മസ്റ്റാണ്. അതുകൊണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനും പറ്റും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കയറ്റി കൊടുത്താൽ മതി. ആ ഒരു പിന്നിലേക്ക് നമ്മൾ ടെർമിനലിലേക്ക് ഈ ഒരു പിന്ന് ഞങ്ങൾ കയറ്റി കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് തന്നെ ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു തിമ്പിളിൻ്റെ ക്വാളിറ്റി അത്ര ഫസ്റ്റ് ക്വാളിറ്റി ഒന്നും അല്ല. ഈ ഒരു മെറ്റൽ തിമ്പിൾ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയത്. കാര്യം നടക്കുമെന്ന് മാത്രം. കാരണം അത് വേണ്ടത് ശരിക്കും കോപ്പർ പോലത്തെ ഒരു മെറ്റീരിയലൊക്കെയാണ്, തുരുമ്പിക്കാത്ത മെറ്റീരിയലാണ്. പക്ഷേ ഇത് അയൺ ആണ്. അയൺ എന്ന് പറഞ്ഞാൽ തുരുമ്പിക്കുന്ന മെറ്റലാണ്. അപ്പോൾ നമ്മൾ കാര്യം നടക്കും. പക്ഷേ അത് ഹൈ ക്വാളിറ്റി ഒന്നും അല്ല. ശരിക്കും പറയുകയാണെങ്കിൽ കോപ്പറിൻ്റെയൊക്കെയാണ് വേണ്ടത് ഈ തിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലൊക്കെ തപ്പി നടന്നു, നമുക്ക് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തത്, ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നമ്മളിത് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സർക്യൂട്ടിൽ നിന്ന്, അതായത് നമ്മുടെ എക്സ്റ്റൻഷനിൽ നിന്ന് നമ്മൾ സപ്ലൈ ഫസ്റ്റ് 2 പിന്നിലേക്ക് കൊടുത്തു. പിന്നെ രണ്ടാമത്തെ 2 പിന്നിലേക്ക് നമ്മൾ ബൾബാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അക്വേറിയം റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും, എന്ത് എക്യുപ്മെൻറ്റ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് മാനുവലായിട്ട് പോയിട്ട് ഓൺ ഓഫ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സ്വിച്ച് ചെയ്തോളും. പ്രത്യേകിച്ച് രാത്രിയൊക്കെ ഞാൻ പ്രത്യേകിച്ച് രാത്രി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ രാത്രി ഒരു 3 മണിക്കൂറൊക്കെ, 12 മണി തൊട്ട് ഒരു 3 മണി വരെയൊക്കെ, വെളുപ്പിന് 3 മണി വരെയൊക്കെ ഓൺ ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. മഴക്കാലത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഇത് വേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ വെള്ളത്തിൽ ഓക്സിജൻ്റെ ലെവൽ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ എയറേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മെയിനായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഔട്ട്ഡോർ ടാങ്കിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 17:15 കണ്ടില്ലേ. ഓൺ സെറ്റ് ചെയ്തിരിക്കുന്നത് 5:15 അതുപോലെ ഓഫ് സെറ്റ് ചെയ്തിരിക്കുന്നത് 5:16 1 മിനിറ്റ് ഗ്യാപ്പേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് 5:15 ബൾബ് ഓൺ ആവും, 5:16 അത് ഓഫ് ആവും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മുകളിൽ ഞാൻ ട്യൂസ്ഡേ സെറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ചൊവ്വാഴ്ചയാണ് ഇത് ചെയ്തത്. അപ്പോൾ ആ ദിവസത്തെ ടൈമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, ദിവസവും ടൈമാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ല, ഓഫ് ടൈം 5:16 നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളത് ഓൺ ആവുന്ന സമയത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് കാണിക്കാം, ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നതും അതുപോലെ തന്നെ ഓഫ് ആവുന്നതും. ഇപ്പോൾ സമയം 5:13 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടിയും വെയിറ്റ് ചെയ്യാം. പിന്നെ ഞാൻ സെൻറ്ററിൽ അത് കാണിച്ചു തരാം. അതായത് നമ്മുടെ മാനുവൽ ബട്ടൺ കണ്ടില്ലേ, അതിപ്പോൾ 13ൻ്റെ ആ ഒരു താഴെയാണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ഒരു ലൈൻ കണ്ടില്ലേ, ആ സ്ക്രീനിനകത്തൊരു ബ്ലാക്ക് ലൈൻ കാണാം, ഡാഷ് കാണാം ആ 3ൻ്റെ താഴെ. അതായത് ഓഫിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്, കണ്ടില്ലേ. അത് കഴിഞ്ഞ് ഓട്ടോയിലാണ് നമുക്ക് ഇടേണ്ടത്. ഓഫിലായ ഈ സ്വിച്ച് ഓഫാണ്. ഓണിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഓൺ ആവും. അതായത് നമ്മൾ സ്വിച്ച് ഇടുന്ന പോലെ ഡയറക്റ്റ് ഓൺ ആവും. ഓട്ടോയിലാണ് നമ്മൾ ഇടേണ്ടത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും റെക്കർ ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കിടക്കുന്നത് ഓഫിലാണ്. ഇനി നമുക്കൊന്ന് പ്രസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓട്ടോയിലേക്ക് വന്നു, കണ്ടില്ലേ. ഇപ്പോൾ അത് ഓട്ടോയിലാണ് കിടക്കുന്നത്. ആ ഒരു 7ൻ്റെ താഴെ ഒരു ഡാഷ് കാണാം നിങ്ങൾക്ക് സ്ക്രീനിൽ, കണ്ടില്ലേ. ഇപ്പോൾ അത് ഓണിലേക്ക് ഇട്ടപ്പോൾ ബൾബ് കത്തിയതും കത്തുകയും ചെയ്തു. അതേപോലെ തന്നെ സ്വിച്ചിൽ ഒരു റെഡ് ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്, കണ്ടില്ലേ. മാനുവലായിട്ട് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ, കണ്ടില്ലേ. ആ റെഡ് ലൈറ്റ് കത്തും. അവിടെ ഒരു റെഡ് ലൈറ്റ് കാണുന്നില്ലേ. അത് നമ്മൾ മാനുവലായിട്ട് ഇങ്ങനെ ഓൺ ആക്കിയപ്പോൾ അത് മാനുവലായിട്ട് മാത്രമല്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ഓട്ടോമാറ്റിക് ഓൺ ആവുന്ന സമയത്തും ആ ഒരു റെഡ് ലൈറ്റ് ഓൺ ആവും. അതായത് ഓണാണ്, പവർ ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റെഡ് ലൈറ്റ് ഓൺ ആവും. ഇപ്പോൾ നമ്മൾ മാനുവലായിട്ട് ഓണാണ് ചെയ്തിട്ടുള്ളത്, കണ്ടില്ല. ആ മാനുവൽ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഓണിലേക്കാണ് ആ ഒരു ഡാഷ് നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുള്ളത്, കണ്ടില്ല. ആ ഒരു 1ൻ്റെ താഴെ ഡാഷ് ലൈൻ കാണാം, അത് ഓണിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഓട്ടോയിൽ വന്നു, ഇപ്പോൾ ഓഫിലേക്ക് പോയി, കണ്ടോ. വീണ്ടും ഇപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് ഇട്ടിട്ടുള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനാണെങ്കിൽ ഓട്ടോയിലിടാം. കാരണം നമ്മളിപ്പോൾ സമയം സെറ്റ് ചെയ്തിട്ടുണ്ട്, 5:15 ഓൺ ആവേണ്ടത്. ഇപ്പോൾ 14 5:14 ആയിട്ടുണ്ട് സമയം. സെക്കൻഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം 5:15 ആവുന്ന വരെ. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സ്വിച്ചിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് കേട്ടോ. അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. ലിങ്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് വന്ന വഴിക്ക് തന്നെ ഇത് റിസീവ് ചെയ്ത സമയത്ത് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓൺലൈൻ ഡെലിവറിക്ക് ആകുമ്പോൾ ചിലപ്പോൾ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി, സാധനം വർക്കിംഗ് ആണ്.
കണ്ടില്ലേ ഓൺ ആയിട്ടുണ്ട്. കറക്റ്റ് 17:15 നമ്മൾ സെറ്റ് ചെയ്തു. ആ സമയത്ത് തന്നെ ബൾബ് ഓൺ ആയിട്ടുണ്ട്. ഓൺ ലൈറ്റ് കത്തിയിട്ടുമുണ്ട്, റെഡ് ലൈറ്റ് കണ്ടില്ലേ, ഇതാണ് LED. അത് ഓൺ ആയിട്ടുണ്ട്, ബൾബ് കത്തും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓഫ് ടൈം നമ്മൾ ജസ്റ്റ് 1 മിനിറ്റ് ഗ്യാപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 17:16 അതായത് 5:16 സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓഫ് ടൈം. അപ്പോൾ ആ ഒരു ബൾബ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു സമയത്ത് ഓഫ് ആവും. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഈ പ്രൊഡക്റ്റ് കാണിച്ച ഈ ഒരു സ്വിച്ചിൻ്റെയും അതുപോലെ തിമ്പിളിൻ്റെയും ബാറ്ററിയുടെയും പ്രൈസ് ഒന്നും നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല, വീഡിയോയിൽ പറയുന്നില്ല. അതിൻ്റെ കാരണം ചെറിയ ഡിഫറൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സ്വിച്ചിൻ്റെ കൂടെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് തിമ്പിളും ബാറ്ററിയുമാണ്. അപ്പോൾ ബാറ്ററി അഡീഷണൽ ആയിട്ട് മേടിക്കേണ്ടി വരും, അതുപോലെ തിമ്പിളും സ്ലീവും മേടിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഈ ഒരു സ്വിച്ചിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് വേണ്ടത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെ അതനുസരിച്ചായിരിക്കും വേണ്ടത്. അപ്പോൾ നമ്മുടെ സമയം ആവാറായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഏകദേശം ഓഫ് ആവാനുള്ള സമയം ആയിട്ടുണ്ട്. 58 ആയിട്ടുണ്ട് സെക്കൻഡ്. അപ്പോൾ ഇപ്പോൾ ഓഫ് ആകാനായിട്ടുള്ള കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് അത് 16 ആയി. അതായത് 5:16 ആയ സമയത്ത് കറക്റ്റായിട്ട് തന്നെ അത് ഓഫും ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ഡിവൈസ് നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു പ്രോഗ്രാമാണ് യൂസ് ചെയ്തത്, പ്രോഗ്രാം 1 ആണ് യൂസ് ചെയ്തത്, ഓൺ ഓഫ്. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു 16 പ്രോഗ്രാംസ് വേറെ എക്സ്ട്രാ ഉണ്ട്. നമുക്കൊരു ദിവസത്തെ തന്നെ മൾട്ടിപ്പിൾ ടൈം ഓൺ ഓഫ് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 16 പ്രോഗ്രാം യൂസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അത് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ട. ഞാൻ പറഞ്ഞു ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് പോലുള്ള സംഭവങ്ങൾക്കൊക്കെ ആയിരിക്കും വേണ്ടി വരുന്നത്. ഇപ്പോൾ ഞാൻ മാനുവലായിട്ടൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ഓട്ടോയിൽ നിന്ന് മാറ്റി ഓണിലേക്ക് ഇട്ടപ്പോൾ ഡയറക്റ്റ് ഓണായി. ഇനി ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫിലേക്ക് ഇട്ടാൽ മതി. മാനുവൽ ബട്ടൺ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓഫിലേക്ക് ആ ഒരു ഡാഷ് നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫാവും. കണ്ടില്ലേ, ഇപ്പോൾ അത് ഓഫാവും. മാനുവലി നമുക്ക് ഓൺ ഓഫും ചെയ്യാം. പിന്നെ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്കാവും ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ മെക്കാനിസമാണ്. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു തിമ്പിളിൻ്റെ കാര്യം മാത്രമാണ് എനിക്ക്, നമ്മൾ ആദ്യം വാങ്ങിയപ്പോൾ നമ്മൾ സ്വിച്ച് മാത്രമായിട്ടാണ് വാങ്ങിയത്. തിമ്പിൾ നമ്മൾ ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ കിട്ടിയില്ല. നമ്മൾ പിന്നീട് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഈ സാധനം മസ്റ്റായിട്ട് വേണം. ഈ ഒരു സംഭവം കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, വയർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിമ്പിളും സ്ലീവും വേണം. അപ്പോൾ അത് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിങ്ങൾ ചോദിച്ചു നോക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കാണിച്ച ഈ പ്രൊഡക്ട്സ്, ഈ സ്വിച്ചും ബാറ്ററിയും തിമ്പിളിൻ്റെയൊക്കെ നമ്മൾ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മൾ വേറെ 1-2 ബ്രാൻഡുകൾ, അതായത് ഈ ഒരു ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ബ്രാൻഡ് അല്ലാതെ വേറെ ലെയ്ഡൻ എന്ന് പറയുന്ന ബ്രാൻഡിന് കീഴിൽ വരുന്ന 1-2 സ്വിച്ചുകളുടെ മോഡലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് വേറെ ഏതെങ്കിലും സെയിം സംഭവം തന്നെയാണ്, സെയിം സ്വിച്ച്, ഡിജിറ്റൽ ടൈമർ സ്വിച്ച് തന്നെയാണ്, പക്ഷേ വേറൊരു ബ്രാൻഡിൻ്റെയാണ്. അത് താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ഫ്രോണ്ടിയറിൻ്റെ കീഴിൽ ലെയ്ഡൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം സംഭവം തന്നെ വേറൊരു ബ്രാൻഡിൻ്റെയാണ്. വേറെ ബ്രാൻഡ് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.